അപ്പോൾ ആദ്യം എന്താ സംഭവം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം മക്കളെ. 23 × 54 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം ഏതാണ്? 23 × 54 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം. ഇത് ഗുണിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടില്ലേ? അതിൻ്റെ അവസാനത്തെ അക്കം ഏതാ? എങ്ങനെ കണ്ടുപിടിക്കും? 23ഉം 54ഉം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം നമുക്കറിയാം. 23ഉം 54ഉം കൂടെ ഗുണിക്കുമ്പം 1242 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2ആണ്. ഇത് ഗുണിച്ച് നോക്കാതെ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെയാ? ഇവിടെ ഈ 23ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3ഉം 54ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4ഉമാണ് അല്ലേ? ഇത് തമ്മിലും ഗുണിക്കുക. 3 × 4 12. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 2. കണ്ടോ? അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 248 × 567 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ചോദിച്ചാൽ ഗുണിച്ച് സമയം കളയണ്ട. പകരം ഇവിടെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഈ 7ഉം 8ഉം കൂടെ ഗുണിക്കുക. 7 8 56. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. അപ്പം ഇത്തരം സംഖ്യകൾ ഗുണിക്കാൻ വരുമ്പോൾ ചെയ്യാനറിയാമല്ലോ. ഓക്കെ, ഇനി 2-3 എണ്ണം വന്നാലോ. 56 × 43 × 27 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം കാണാൻ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 6ഉം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 3ഉം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 7ഉം കൂടെ ഗുണിക്കണം അല്ലേ? അപ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും ഉത്തരം. അപ്പം 6ഉം 3ഉം ഗുണിക്കുക ആദ്യം. അപ്പോൾ 18 കിട്ടിയില്ലേ? ഓക്കെ, ആ 8ഉം ഈ 7ഉം കൂടെ ഗുണിക്കുക. 7 8 56 കിട്ടി. അപ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ ഡിജിറ്റായ 6 ആയിരിക്കും ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം. ഇങ്ങനെ ചെയ്യാം. ടെക്നിക്ക് മനസ്സിലായോ? ഈ 6ഉം ഈ 3ഉം കൂടെ ഗുണിക്കുക. 6 3 18. ഒറ്റയുടെ സ്ഥാനത്ത് 8 വന്നു. ഈ 8ഉം 7ഉം കൂടെ ഗുണിക്കുക. 7 8 56. ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നു. അപ്പോൾ ഇത് 3ഉം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, വേറെ 1-2 എക്സാമ്പിളും കൂടെ ചെയ്യിപ്പിക്കാം. ശ്രദ്ധിച്ചോ. 47 × 32 × 54 × 63 ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ ഇവിടെ 7ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 4ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 7ഉം 2ഉം കൂടെ ഗുണിക്കുക. 14 കിട്ടി അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 4 വന്നു. ഈ 4ഉം 4ഉം കൂടെ ഗുണിക്കുക. 16 കിട്ടി. ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 6 വന്നു. ഈ 6ഉം 3ഉം കൂടെ ഗുണിക്കുക. 18 കിട്ടി. ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 8 വന്നു. അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്സാമിനെ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് വെച്ചോണം, പഠിച്ച് വെച്ചോണം. മായ്ക്കുവാണ്. ഇനി ഇത്തരം ചോദ്യങ്ങൾ വരും. ഇനി പവറായിട്ടുള്ളതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ പറയും. ഉദാഹരണം 43⁻12 കണ്ടോ? ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് ചോദിക്കും. കണ്ടോ? 43⁻12 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 43⁻12 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? 43 × 43 അങ്ങനെ 12 തവണ 43 ഗുണിക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? ആണ്. അതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ആണ്. അല്ലെങ്കിൽ 157⁻13 അല്ലെങ്കിൽ 113 ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏത്? 157⁻113 എന്ന് പറഞ്ഞാൽ 157നെ 113 തവണ ഗുണിക്കുക എന്നല്ലേ അർത്ഥം? അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം?
157നെ 113 തവണ ഗുണിച്ച് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുക പോസിബിൾ ആണോ? അല്ല. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ അവിടെ ഒരു മെത്തേഡ് പഠിക്കണം. ആ മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശരി, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. നോട്ട് ഇങ്ങനെ ഇരിക്കെ, ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 ഇവയിലേതെങ്കിലും ആയാൽ, ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെയായിരിക്കും. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇപ്പം ഒരു സംഖ്യ 30, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 അല്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും അതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 30⁻12 എന്ന് എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആയിരിക്കും. 30⁻28 എന്ന് എഴുതിയാലും 128 എന്ന് എഴുതിയാലും എല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 വന്നാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. ഇതുപോലെയാണ് 1നും 5നും 6നും. ഉദാഹരണം 41 അല്ലെങ്കിൽ 141 അല്ലെങ്കിൽ 441x. അപ്പോൾ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 അല്ലേ? അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 441⁻12 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1, 441⁻112 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1. ഏത് എഴുതിയാലും 1 ആയിരിക്കും. അതുകൊണ്ടാണ് ജനറലി ഇവിടെ x എന്ന് കൊടുത്തത്. ഇത് ഏത് വന്നാലും ഉത്തരം 1-ലേ അവസാനിക്കത്തുള്ളൂ. ഇതുപോലെയാണ് 5നും. അതായത് 65x. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ കയറ്റി എഴുതിയാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5-ൽ അവസാനിക്കും. ഇതുപോലെയാണ് 36 136x. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ എഴുതിയാലും ഉത്തരം ഏതിൽ അവസാനിക്കും? 6-ൽ അവസാനിക്കും. അപ്പോൾ ഏതൊക്കെ വന്നാലാ മക്കളെ? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 വന്നാൽ സംഖ്യയുടെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. ഏതൊക്കെ വന്നാലാ? പഠിച്ചേ 0, 1, 5, 6. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന് കുറച്ച് ഉദാഹരണം, ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണേ. ഈ എക്സാമ്പിളും കൂടെ നോട്ടിലേക്ക് എഴുതിയേക്കണേ. അപ്പോൾ കുറച്ച് ഉദാഹരണം ചെയ്യാനാണെങ്കിൽ ശ്രദ്ധിച്ചോ മക്കളെ. 65⁻12 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 അല്ലേ? കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നതുകൊണ്ട് അതിന് മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. ആണോ? യെസ്. 125⁻17 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 5 ആണോ? 286⁻12 ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 6. കാരണം ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും. ആണോ? യെസ്. അടുത്തത് 81⁻10 അല്ലേ? ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. ആണോ? 20⁻15 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 അല്ലേ, 6, 1, 0 ഒക്കെ വന്നാലും അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. അത് ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിൻ്റെയൊക്കെ പഠിച്ചു? 0, 1,
156 പഠിച്ചു അല്ലേ. ഒരു സംഖ്യയുടെ അവസാനത്തേക്ക് 0156 വന്നാൽ അത് തന്നെ. ബാക്കിയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2 3 4 7 8 9 ആണോ? അപ്പം ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരാൻ ഇനി സാധ്യതയുള്ളത് 2 3 4 7 8 9 ആണ്. ശരിയല്ലേ? ഇതാണ് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? 0156 വന്നാൽ അത് തന്നെയാണെന്ന് പഠിച്ചു, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനത്തെ അക്കമായി വരാൻ സാധ്യതയുള്ളത് 2 3 4 7 8 9 ആണ്. ഇതാണ് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? അത് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 2 3 4 7 8 9 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എല്ലാം സെയിം ആണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പം 2 വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണം 132. സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലേ. റേസ് ടു 143. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക എന്നാണ് ചോദ്യം. 132 റേസ് ടു 143 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 2 കിടക്കുന്നത് അല്ലേ മക്കളെ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 കിടക്കുന്നത്. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 വന്നാൽ 3 വന്നാൽ 4 വന്നാൽ 7 വന്നാൽ 8 വന്നാൽ 9 വന്നാൽ എല്ലാം ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഈ 2 പുറത്തേക്ക് ഇറക്കി എഴുതുക. പുറത്തേക്ക് ഇറക്കി എഴുതി. ഇനി പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കണ്ടുപിടിക്കുക. പവറിൻ്റെ അവസാനത്തെ 2 അക്കം മാത്രം എടുത്താൽ മതി. 43 എന്ന് പറയുമ്പോൾ അവസാനത്തെ 43നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. അതിവിടെ പവറാക്കി എഴുതി വെക്കുക. 2 ക്യൂബ് എത്രയാണ്? 8. അപ്പോൾ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 ആയിരിക്കും. ചെയ്ത രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. 132 റേസ് ടു 143ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് അത് പുറത്തേക്ക് ഇറക്കി എഴുതി. ഇനി അതിൻ്റെ പവർ ഒരു 3 അക്ക സംഖ്യ ആയതുകൊണ്ട് അവസാനത്തെ 2 അക്കം മാത്രം എടുത്താൽ മതി. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. ഈ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മാത്രം എടുക്കുക. 43നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 ആണ്. ആ ശിഷ്ടം ഈ 2ൻ്റെ പവറായിട്ട് എഴുതി വെക്കുക. 2 ക്യൂബ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ഉത്തരം. 2 ക്യൂബ് 8 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 8 ആണ്. അടുത്ത ചോദ്യം ചെയ്യട്ടെ. നോക്ക്. 83 റേസ് ടു മക്കളെ 154. ഓക്കെ ആണോ? ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അല്ലേ. ഈ 3 പുറത്തേക്ക് ഇറക്കി എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? പവറിൻ്റെ അവസാനത്തെ 2 അക്കം എടുക്കണം. 54. ഇതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണണം. 52 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ബാക്കി 2 ശിഷ്ടം. അത് ഇതിൻ്റെ പവറാക്കി എഴുതുക. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 9 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ 24 റേസ് ടു 30. ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണണം. നമ്മൾ നോക്കിയപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 മനസ്സിലായി. അത് പുറത്തേക്ക് ഇറക്കി എഴുതി. റെഡി? പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണുക. പവറിൻ്റെ അവസാന 2 അക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ 2 അക്ക സംഖ്യയാണ്. അപ്പം 30 തന്നെ എടുക്കുക. 30നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 28 കഴിഞ്ഞ് ബാക്കി 2. അതിവിടെ പവറാക്കി എഴുതുക. 4 സ്ക്വയർ എത്ര വന്നു? 16 ആണോ? അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 6 ആയിരിക്കും. അടുത്തത് പറയട്ടെ. 7 റേസ് ടു 15. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 അല്ലേ. ആ 7 പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 12 കഴിഞ്ഞ് ബാക്കി 3. 7 ക്യൂബ് എത്രയാണ് മക്കളെ? കാണാതെ പഠിച്ചോ? 343. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3 ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ ചെയ്യട്ടെ. എല്ലാം ഒരേപോലെയാണ് ചെയ്യണേ. ഏതാ അടുത്തത്? 1428 റേസ് ടു 9.
ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 അല്ലേ മക്കളെ? ആണോ? ആ 8 പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം, പവറിൻ്റെ അവസാനത്തെ രണ്ടക്കം എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ ഒരു പവർ ഒരക്കമല്ലേ ഉള്ളൂ. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലേ? 8 കഴിഞ്ഞ് ബാക്കി 1. 8 എന്ന് പറഞ്ഞാൽ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 8 ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് 9 ചെയ്യേണ്ട രീതി. മനസ്സിലായോ? അപ്പം സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 4, 7, 8, 9 വന്നാൽ അത് പുറത്തേക്ക് ഇറക്കി എഴുതുക. പവർ 3 അക്കം ആണെങ്കിൽ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എടുക്കുക. 2 അക്കം ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എടുക്കുക. ഒരക്കം ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പവറാക്കി എഴുതുക. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. എൻ്റെ അമ്മേ, മനസ്സിലായോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് കുറച്ച് വ്യത്യാസം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ വന്നാലോ, 43⁻12 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. അപ്പം നിങ്ങൾ 3 ഒറ്റയുടെ സ്ഥാനത്ത് വന്നേക്കുന്നേ, അത് പുറത്തേക്ക് ഇറക്കി എഴുതും. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ്. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3⁻0 വന്നാൽ എത്രയാണ് മക്കളെ? ഉത്തരം 1 അല്ലേ? ഏതൊരു സംഖ്യയുടെയും പവർ 0 വന്നാൽ അതിൻ്റെ ഉത്തരം 1 ആയിരിക്കും. അറിയാത്തവരാണേലും അറിയാവുന്നവരാണേലും സൈഡിലേക്കൊന്ന് എഴുതി വെച്ചേരെ. ഒരു സംഖ്യയുടെ പവർ 0 വന്നാൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ 3⁻0 എന്നാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ ഉത്തരം 1 എഴുതിക്കണം. അടുത്തൊരു എക്സാമ്പിള് 147/20. ഇത് ചെയ്യാൻ വന്നാൽ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 7, അത് പുറത്തേക്ക് ഇറക്കി എഴുതി. 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണോ? 7⁻0 എന്ന് വന്നാൽ ഉത്തരം 1 എഴുതണം. അപ്പം വേറെ എക്സാമ്പിള് 9/16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 9 ആണോ? ഒറ്റയുടെ സ്ഥാനത്ത് 9 വന്നാൽ പുറത്തേക്ക് ഇറക്കി എഴുതുക. പവറിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 9⁻0 എന്ന് വന്നാൽ ഉത്തരം എത്രയെന്ന് എഴുതണം? 1. അപ്പോൾ ഒരു സംഖ്യയുടെ പവർ 0 വന്ന ഉത്തരം 1 ആണ്. അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല, തെറ്റിപ്പോവാനൊന്നുമില്ല. എന്നാൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, 62/12 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഈ 2നെ പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 2⁻0 എന്ന് എഴുതുമ്പം നമുക്ക് 1 എന്ന് കിട്ടണം നമ്മൾ പഠിച്ച ക്രമത്തിൽ. പക്ഷേ ഇത് തെറ്റാ. യഥാർത്ഥത്തിൽ 2⁻0 1 ആണ്. പക്ഷേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 വരില്ല. കാരണം 62/12 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 62 അങ്ങനെ 12 തവണ 62 ഗുണിക്കുമല്ലേ മക്കളെ? അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരു ഇരട്ട സംഖ്യ ആയിരിക്കുകയല്ലേ ഉറപ്പായിട്ടും. അവസാനത്തെ അക്കം 1 അവസാനിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ മക്കളെ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതൊരിക്കലും എന്തായാലും 1 അവസാനിക്കാൻ പോണില്ല. ഈ 62 × 12 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരു ഇരട്ട സംഖ്യയിൽ അവസാനിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ചത് വെച്ച് 1 അവസാനിക്കുന്നു എന്നല്ല, തെറ്റാ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എക്സെപ്ഷനാണ്, പഠിച്ചു വെക്കണേ. 2⁻0 ഇതേപോലെ വന്നാൽ യഥാർത്ഥ ഉത്തരം 1 ആണെങ്കിലും നിങ്ങൾ എഴുതേണ്ട ഉത്തരം 6 എന്നാണ്. ഇതാണ് കറക്റ്റ്. ഇത് തെറ്റാണ് കേട്ടോ. 1 തെറ്റാണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. അപ്പോൾ 2⁻0 എന്ന് വന്നാൽ 2⁻0 എന്ന് വന്നാൽ നിങ്ങൾ എത്ര ഉത്തരം എഴുതണം? 6. ഇത് എക്സെപ്ഷനാണ്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാരണം 2⁻0 യഥാർത്ഥത്തിൽ 2⁻0 1 ആണ്. കേൾക്കുന്നുണ്ടോ? പക്ഷേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് വരുമ്പം 2⁻0 എന്ന് കിട്ടിയാൽ 1 പകരം 6 എന്ന് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. ഇതുപോലെയാണ് ബാക്കിയുള്ള ഇരട്ട സംഖ്യകൾക്കെല്ലാം. നോക്ക്, 184/20 നമ്മൾ പറഞ്ഞ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? 4 പുറത്തേക്ക് ഇറക്കി എഴുതി. 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 4⁻0 1 വരണം. പക്ഷേ മക്കളെ
ഈ 184 20 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരിക്കലും ഒന്നിൽ അവസാനിക്കില്ല. കാരണം ഇരട്ട സംഖ്യയിൽ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ 4A01 എഴുതിയ തെറ്റാ. അതുകൊണ്ട് അതിന് പകരം ഉത്തരം 6 എന്ന് എഴുതിക്കണം. ഇതുപോലെ തന്നെയാണ് ഏതിനും 8നും. കണ്ടോ, 128⁸8 ഇത് 8�0 എന്നാണ് വരുന്നത്. അത് 1 ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ 128നെ 8 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ ഉത്തരം ഒരിക്കലും ഒന്നിൽ അവസാനിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഏതെന്ന് എഴുതണം? 6 എന്ന് എഴുതണം. ഇത് എക്സെപ്ഷനായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഏതൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്? ഇരട്ട സംഖ്യകൾ വരുമ്പോഴാണ്. ഒറ്റ സംഖ്യകൾ വരുമ്പോൾ പ്രശ്നമില്ല മക്കളെ. കണ്ടോ, ഒറ്റ സംഖ്യകൾ വരുമ്പം ഇത് 3, ഇതിൻ്റെ പവർ ഒന്നിൽ അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ ഒന്നിൽ അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നിൽ അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഒറ്റ സംഖ്യയുടെ കേസിൽ കറക്റ്റാണ്. പക്ഷേ ഇരട്ട സംഖ്യ വരുമ്പോൾ 2ഉം 4ഉം 8ഉം ഒക്കെ വരുമ്പം അതിൻ്റെ അവസാനത്തെ അക്കം ഒരിക്കലും ഒന്നിൽ അവസാനിക്കില്ല. അപ്പോൾ അതെല്ലാം 6ലാണ് അവസാനിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. 2�0 വന്നാലും 6ആണ്. 4�0 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ 4�0 വന്നാലും 6ആണ്. 8�0 വന്നാലും 6ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളിൽ പറയണ കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, ഇത് നോർമലി ഉള്ളത് തന്നെയാണ്. 0 വന്നാൽ 1 തന്നെ. അപ്പോൾ അത് എക്സെപ്ഷൻ അല്ല. ഇവിടെ എക്സെപ്ഷനാണ്. 1 വരേണ്ട സ്ഥാനത്ത് നമ്മൾ 6 എഴുതാവുള്ളൂ. 2ഉം 4ഉം 6ഉം 8. 6 വരുമ്പോൾ പിന്നെ എപ്പോഴും 6 തന്നെയാണ്. 6 എന്നുള്ളത് ഇവിടെയല്ലേ വരുന്നത്, അത് 6 തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇവിടെ 2ഉം 4ഉം 8ഉം ഇരട്ട സംഖ്യകൾ വരുമ്പോൾ റേസ് 0 വന്നാൽ ഉത്തരം 6 എന്ന് എഴുതി വെക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്കിതിൻ്റെ കുറച്ച് കണക്കുകൾ ചെയ്യാം. ഈ നിയമങ്ങളൊക്കെ പഠിച്ചോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0156 വന്നാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് അത് തന്നെയായിരിക്കും. അപ്പോൾ 0156 വന്നാൽ അത് തന്നെ. 2നും 3നും 4നും 7നും 8നും 9നും ഒരേ നിയമം. സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്ക് 2 3 4 7 8 9 വന്നാൽ പുറത്തേക്ക് ഇറക്കി എഴുതുക. പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പവറാക്കി എഴുതുക. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും ഉത്തരം. ഇനി പവർ 0 വന്നാൽ ഒറ്റ സംഖ്യകളാണെങ്കിൽ 1 എന്ന് തന്നെ എഴുതാം. ഇരട്ട സംഖ്യകളാണ് എങ്കിൽ അവിടെ 6 എന്നെഴുതണം, മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ മക്കളെ. ചോദ്യം ഇതാണ്: 15 ഇൻറ്റു 43/27 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ആണോ? യെസ് മക്കളെ. 15/12 ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 വന്നാൽ ഏതൊരു പവറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 തന്നെയായിരിക്കും. ഫസ്റ്റ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം ആണോ? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ വരുന്നതാണ് ആണോ? അപ്പോൾ ആ 3 എടുത്തെഴുതി. ഇനി പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പവറാക്കി എഴുതണം. 27നെ 4 കൊണ്ട് ഹരിക്കുമ്പം 24, 4ൻ്റെ മൾട്ടിപ്പിൾ ശിഷ്ടം 3. 3ൻ്റെ ക്യൂബ് 27 എന്ന് വരും ആണോ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 ആണ് അല്ലേ? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആണ്. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7ഉം 5ഉം ഗുണിക്കുക 35. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്ത രീതി ക്ലിയർ ആണോ? 15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 5. 43ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 7. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7ഉം 5ഉം കൂടെ ഗുണിക്കുക 35. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. 412/167 ഇൻറ്റു 524/122 ഇൻറ്റു 616/412 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഓക്കെ, ആദ്യം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാം. അതിനു വേണ്ടി ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലേ, അതുകൊണ്ട് രണ്ടാമത്തെ നിയമത്തിൽ വരും അല്ലേ. 2 പുറത്തേക്ക് ഇറക്കി എഴുതി
പവറിൻ്റെ അവസാനത്തെ അക്കം 67 അല്ലേ, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 64 കഴിഞ്ഞ് 3, 2ൻ്റെ ക്യൂബ് വരും, 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം ആണോ? 4 പുറത്തേക്ക് ഇറക്കി എഴുതി, കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 4 വന്നാൽ പുറത്തേക്ക് എഴുതുക. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 22നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നു ആണോ മക്കളെ? ഇനി ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നാൽ അതിന് മുകളിൽ ഏത് പവർ വന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും എന്ന് പഠിച്ചു. അപ്പം ആദ്യത്തേതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8, അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6, അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 അല്ലേ? ഇനി ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ആദ്യം നമുക്ക് ഇത് രണ്ടും ചെയ്യാം. 6 8 48 വരും. ക്ലിയർ ആണോ? ഇനി ഈ 8ഉം ഈ 6ഉം കൂടെ വീണ്ടും ഗുണിക്കുക. 6 8 വീണ്ടും 48 വരും. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതായിരിക്കും? 8 ആയിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. യെസ് മക്കളെ, 834 റേസ് ടു 113 ഇൻറ്റു 513 റേസ് ടു 328 ഇൻറ്റു 910 റേസ് ടു 23 അല്ലേ? യെസ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ 4 ആയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കി എഴുതി. 13നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1, സോ 4 കിട്ടും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ 3 ആയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കി എഴുതി. 28നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0, 3 റേസ് ടു 0 വന്നാൽ 1 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 3ൻ്റെ കേസിൽ 1 വരുന്നതിന് കുഴപ്പമില്ല. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 തന്നെ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4 × 1 4, 4 × 0 0. അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. കണ്ടോ മക്കളെ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന രീതി, ടെക്നിക്ക് മനസ്സിലായോ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്ന ചോദ്യങ്ങൾ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള ടെക്നിക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇന്ന് നമുക്കിവിടെ നിർത്താം.